നമ്മുടെ കൈവശമുള്ള ഏത് ഫൗണ്ടേഷൻ ഉപയോഗിച്ച് നമ്മുടെ അടുത്ത് നിൽക്കുന്ന ഏത് കസ്റ്റമറാണെങ്കിൽ അവരുടെ സ്കിൻ ടോണിനനുസരിച്ചുള്ള ഒരു ഫൗണ്ടേഷൻ നമുക്ക് മിക്സ് ചെയ്ത് നമുക്ക് അപ്ലൈ ചെയ്യാനായിട്ട് കഴിയും. ഹായ് ഡിയർ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ᴄᴇᴇ. എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു വിശ്വസിക്കുന്നു. ഞാനും സുഖമായിട്ടിരിക്കുന്നു. അപ്പോൾ നമ്മുടെ ഇന്നത്തെ ക്ലാസ് എന്ന് പറഞ്ഞാൽ പ്രൊഫഷണൽ മേക്കപ്പ് കോഴ്സിൻ്റെ 5ാമത്തെ ദിവസമാണ്. അപ്പോൾ കഴിഞ്ഞ 4 ക്ലാസ്സിനെയും നിങ്ങളുടെ സപ്പോർട്ട് ഭയങ്കര അധികം എനിക്ക് സന്തോഷം തരുന്ന ഒരു കാര്യമാണ്. അപ്പോൾ എല്ലാവർക്കും ഉപകാരപ്പെടുന്നു എന്നറിഞ്ഞതിൽ തന്നെ വളരെയധികം സന്തോഷമുണ്ട്. അപ്പോൾ നമ്മുടെ കഴിഞ്ഞ ക്ലാസ്സിൽ ഞാൻ ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ആൻസർ ചെയ്തത് കുറച്ച് പേരാണ്. അപ്പോൾ എല്ലാവരും ആൻസർ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. കാരണം നിങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ഇങ്ങനൊരു കാര്യം വെച്ചത്. അപ്പോൾ വെറുതെ വീഡിയോ സ്കിപ്പ് ചെയ്തിട്ട് അവിടെ ഇവിടെയും മാത്രമായിട്ട് കുറച്ച് കണ്ടിട്ട് നിങ്ങൾ ക്വസ്റ്റ്യൻസ് ചോദിച്ചു കഴിഞ്ഞാൽ അതിന് യാതൊരു അർത്ഥവും ഇല്ല. അപ്പോൾ നിങ്ങൾ വീഡിയോ ഫുള്ള് കാണുക. കണ്ടതിന് ശേഷം എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ ചോദിക്കുക. അതാണ് ചെയ്യേണ്ടത്. അപ്പോൾ നമ്മുടെ ചാനൽ ഫസ്റ്റ് ടൈമാണ് കാണുന്നുണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. സൈഡിലൊരു ബെൽ ബട്ടൺ ഉണ്ട്, അതുകൂടി ഒന്ന് പ്രസ് ചെയ്യുക. പിന്നെ ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യം കൂടി പറയാനുണ്ട്. നമുക്ക് നമ്മുടെ സൗജന്യമായിട്ടുള്ള ഫ്രീ ഓൺലൈൻ ബ്യൂട്ടീഷ്യൻ കോഴ്സ് ക്ലാസ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അതിൽ പങ്കെടുക്കാൻ താല്പര്യമുള്ളവർ താഴെ കാണുന്ന നമ്പറിലോ അതല്ലെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുള്ള ലിങ്ക് വഴിയോ നിങ്ങൾക്ക് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാവുന്നതുമാണ്. അപ്പോൾ എന്തായാലും നമ്മുടെ ഇന്നത്തെ വീഡിയോയിലേക്ക് നമുക്ക് പോകാം. ഇന്നത്തെ നമ്മുടെ ക്ലാസ് എന്ന് പറയുന്നത് നമ്മുടെ ഫൗണ്ടേഷൻ മിക്സ് ചെയ്യുന്നതും നമ്മുടെ ഫൗണ്ടേഷൻ നമ്മുടെ സ്കിന്നുമായിട്ട് എങ്ങനെയാണ് മാച്ച് ചെയ്യുന്നത് എന്നൊക്കെ ഉള്ളതാണ് നമ്മുടെ ഇന്നത്തെ ക്ലാസ്. അപ്പോൾ കഴിഞ്ഞ ദിവസം നമ്മൾ അണ്ടർടോണിനെ കുറിച്ചായിരുന്നു നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പഠിച്ചത്. അപ്പോൾ നമുക്ക് എത്ര അണ്ടർടോൺ ഉണ്ട്, അത് ഏതൊക്കെ സ്കിന്നിലാണ്, എങ്ങനെയൊക്കെയാണ് എന്നൊക്കെ ഉള്ളതെല്ലാം നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് തന്നെ പഠിച്ചു കഴിഞ്ഞു. അപ്പോൾ ഇന്ന് നമ്മൾ മെയിനായിട്ട് പഠിക്കാൻ പോകുന്നത് നമ്മുടെ സ്കിന്നിൽ എങ്ങനെയാണ് ഫൗണ്ടേഷൻ മാച്ച് ചെയ്യുന്നത്, അല്ലെങ്കിൽ എങ്ങനെയാണ് മിക്സ് ചെയ്താൽ നമ്മുടെ അണ്ടർടോണിനനുസരിച്ച് നമ്മുടെ സ്കിൻ ലെവൽ അനുസരിച്ച് നമുക്ക് ഫൗണ്ടേഷൻ കറക്റ്റ് ചെയ്യാം എന്നുള്ളതാണ്. അപ്പോൾ ഓക്സിഡൈസേഷൻ എന്താണ് എന്നുള്ളത് നമുക്ക് ആദ്യം നോക്കാം. അപ്പോൾ ഓക്സിഡൈസേഷൻ എന്ന് പറയുന്നത് നമ്മുടെ സ്കിന്നുമായിട്ട് നമ്മുടെ ഓയിലി സ്കിൻ, അതായത് കൂടുതലായിട്ട് ഓയിൽ പുറപ്പെടുവിക്കുന്ന ഓയിൽ സ്കിന്ന്, അതുപോലെ തന്നെ കോമ്പിനേഷൻ സ്കിന്ന്, ഇതിലൊക്കെയാണ് കൂടുതലായിട്ട് ഓക്സിഡൈസേഷൻ നടക്കുന്നത്. അപ്പോൾ ഉദാഹരണം പറയുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ഇപ്പോൾ ഒരു മേക്കപ്പ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ കുറച്ച് നേരം കഴിയുമ്പോഴേക്കും ആ മേക്കപ്പ് പലരും പറയാറുണ്ട്, ഞാൻ മേക്കപ്പ് ചെയ്ത് കുറച്ച് കഴിഞ്ഞപ്പോഴേക്കും എൻ്റെ മേക്കപ്പ് ഡള്ളായിപ്പോയി, അല്ലെങ്കിൽ ഞാൻ ഉണ്ടായിരുന്ന നല്ലൊരു സ്കിൻ ടോൺ ആയിരുന്നു, അത് കഴിഞ്ഞപ്പോൾ ഞാൻ ഡാർക്കിലോട്ട് മാറി. അപ്പോൾ അങ്ങനെയൊക്കെ നമ്മൾ മിക്കവാറും പറയാറുണ്ട്. അതെന്തുകൊണ്ട്? ഇപ്പോൾ ഓക്സിഡൈസേഷൻ നടക്കുന്നത് ഇപ്പോൾ ഈ ഒരു പിക്കിൽ കാണുന്ന പോലെ ഫ്രഷ് ആയിട്ടുള്ള ഫൗണ്ടേഷനും ഓക്സിഡൈസ്ഡ് ആയിട്ടുള്ള ഫൗണ്ടേഷനും കൊണ്ട് തമ്മിലുള്ള വ്യത്യാസം നിങ്ങൾക്ക് അറിയാൻ പറ്റും. കാരണം ഫ്രഷ് ആയിട്ടുള്ള ഫൗണ്ടേഷനിൽ അതൊരു നല്ല ഒരു ലുക്കായിട്ട് തന്നെ നിൽക്കും. അതേസമയം ഓക്സിഡൈസേഷൻ ആയതാണെങ്കിൽ ഒരു ഡ്രൈനെസ് ഫീൽ ചെയ്യും. ഇപ്പോൾ വെറ്റ് ഡ്രൈ എന്നുള്ള ലെവലിലുള്ള ഈ പിക്ക് നിങ്ങൾ ശ്രദ്ധിച്ച് നോക്കുക. ആ ഡ്രൈ എന്നുള്ളതാണ് നമ്മുടെ ഓക്സിഡൈസേഷൻ ആയിട്ടുള്ള ഫൗണ്ടേഷൻ എന്ന് പറയുന്നത്. വെറ്റ് എന്ന് പറയുമ്പോഴത്തേക്കും നമ്മുടെ വാട്ടർ കണ്ടൻറ്റ് അടങ്ങിയിട്ടുള്ള ഫൗണ്ടേഷൻസ് എന്നുള്ള ലെവലിൽ നിൽക്കുന്ന ഒരു ഒന്നാണ്. അപ്പോൾ നമുക്ക് നമ്മുടെ സ്കിന്നിൽ ഓയിലിൻ്റെ അംശം കൂടുകയും അതുപോലെ തന്നെ വാട്ടറിൻ്റെ കണ്ടൻറ്റ് കുറയുകയൊക്കെ ചെയ്യുമ്പോഴത്തേക്കുമാണ് നമുക്ക് ഓക്സിഡൈസേഷൻ കൂടുന്നത്, അതായത് നമ്മുടെ ഓക്സിഡൈസേഷൻ നടക്കുന്നത്. അപ്പോൾ അങ്ങനെ പറയുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ഓക്സിഡൈസേഷൻ തടയാനായിട്ട് നമ്മൾ എന്ത് ചെയ്യണം? അപ്പോൾ ഉദാഹരണത്തിന് ഒരു നല്ലൊരു ബെസ്റ്റ് ഉദാഹരണം പറയുകയാണെങ്കിൽ, നമ്മളിപ്പോൾ കഴിക്കാനെടുക്കുന്ന ആപ്പിള് നമ്മളൊന്ന് ജസ്റ്റ് ഒന്ന് കട്ട് ചെയ്തിട്ട് നോക്കുമ്പോഴേക്കും ഏതാനും മിനിറ്റുകൾക്കുള്ളിൽ തന്നെ നമ്മൾ കട്ട് ചെയ്ത ഭാഗം ഒരു ബ്രൗൺ കളറായിട്ട് മാറുന്നത് നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ അവിടെ ഒരു ഓക്സിഡൈസേഷൻ നടക്കുന്നു എന്നുള്ളതാണ് ഞാൻ പറഞ്ഞതിൻ്റെ ഉദാഹരണം. അതുപോലെ തന്നെ നമ്മുടെ അവോക്കാഡോയുടെ ഫ്രൂട്ട്സ് ഉണ്ട്, അത് നമ്മൾ കട്ട് ചെയ്യുമ്പോൾ ആദ്യം ഒരു തവിട്ട് നിറമായിരിക്കും വരുന്നത്. അത് കഴിഞ്ഞിട്ട് പിന്നെ അതൊരു കറുത്ത കളറിലോട്ട് മാറുന്നത് നമുക്ക് അറിയാൻ പറ്റും. അപ്പോൾ അതെന്തുകൊണ്ടാണ്? നമ്മൾ നമ്മുടെ ഹ്യൂമിഡിറ്റി ആയിട്ടുള്ള ആ ഒരു ഇതിൽ വരുമ്പോഴത്തേക്കും ഉണ്ടാകുന്ന ആ ഒരു ഓക്സിഡൈസേഷൻ ആണ് നമുക്കത് മനസ്സിലാക്കാൻ പറ്റുന്നത്. അതുപോലെ തന്നെയാണ് നമ്മൾ ഫൗണ്ടേഷൻ നമ്മുടെ സ്കിന്നുമായിട്ട് മാച്ച് ചെയ്യുമ്പോഴേക്കും ചിലരുടെ സ്കിന്നിൽ നമുക്ക് അവരുടെ സ്കിന്നിന് പ്രോപ്പറായിട്ടുള്ളൊരു ഫൗണ്ടേഷൻ കൊടുക്കാതെ വരുമ്പോൾ നമുക്ക് സ്കിന്നിൽ ഓക്സിഡൈസേഷൻ നടന്ന് നമ്മുടെ ഉണ്ടായിരുന്ന കളറിനേക്കാൾ 2 ഷെയ്ഡ് താഴേക്ക് പോകുന്ന ലെവലിലുള്ള ഡാർക്ക് ഷെയ്ഡിലോട്ട് നമ്മുടെ സ്കിന്ന് അല്ലെങ്കിൽ ഫൗണ്ടേഷൻ സ്കിന്നുമായിട്ട് മാച്ചാവും പോകുന്നത് നമുക്ക് കാണാൻ പറ്റും.
അപ്പോൾ നമ്മൾ അതിന് ചെയ്യേണ്ടതെന്ന് പറയുന്നത് അതിന് പ്രോപ്പറായിട്ടുള്ളൊരു ഫൗണ്ടേഷൻ തിരഞ്ഞെടുക്കുക എന്നുള്ളതാണ്. അപ്പോൾ ആ പ്രോപ്പറായിട്ടുള്ള ഫൗണ്ടേഷൻ എങ്ങനെ തിരഞ്ഞെടുക്കുമെന്നായിരിക്കും നിങ്ങൾ അടുത്ത് ചിന്തിക്കുന്നത്. അപ്പോൾ നമ്മളിപ്പോൾ ഞാൻ പറഞ്ഞു pH ലെവൽ, അതായത് വാട്ടർ കണ്ടൻറ്റ് കൂടുതലായിട്ടുള്ള ആ ഒരു സ്കിന്നിലാണ് നമ്മളിപ്പോൾ ഒരു ഫൗണ്ടേഷൻ അപ്ലൈ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നല്ല ഫ്രഷ് ലുക്കിലുണ്ടാകും. അതേസമയം വാട്ടർ കണ്ടൻറ്റ് ഇല്ലാത്ത ഒരു സ്കിന്നിൽ, അത് ഡ്രൈ സ്കിന്നോ അതല്ലെങ്കിൽ നല്ലതായിട്ട് ഓയിൽ നിൽക്കുന്ന ഒരു സ്കിന്നിലൊക്കെയാണ് നമ്മളൊരു ഫൗണ്ടേഷൻ അപ്ലൈ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അവിടെ നമുക്ക് ആ ഫൗണ്ടേഷനിൽ നമുക്ക് വ്യത്യാസമായ നമ്മുടെ സ്കിന്നിനെ മാച്ച് ആവുന്ന ലെവലിലായിരിക്കില്ല ആ ഫൗണ്ടേഷൻ നമ്മളെ സ്കിന്നുമായിട്ട് പോകുന്നത്. അപ്പോൾ നമ്മൾ അതിന് ഫസ്റ്റ് ചെയ്യേണ്ടതെന്ന് പറയുന്നത് നമ്മൾ സ്കിന്നിനെ പ്രിപ്പറേഷൻ ചെയ്യുന്ന, അതായത് ഫസ്റ്റ് പ്രെപ്പ് മെത്തേഡ് നമ്മൾ ചെയ്യണം. അത് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിലെല്ലാം പറഞ്ഞിട്ടുള്ളതാണ്. CTM എന്താണ് എന്നുള്ളത് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു തന്നിട്ടുള്ള കാര്യമാണ്. അപ്പോൾ ഒന്നും കൂടി ഞാൻ പറയുകയാണ്, ക്ലെൻസിങ്, ടോണിങ്, മോയ്സ്ചറൈസിങ്. അത് നമ്മളൊരു മേക്കപ്പ് ചെയ്യുന്നതിന് മുന്നേ, നമ്മളിപ്പോൾ മേക്കപ്പ് അല്ല എന്തായിരുന്നാലും നമ്മൾ ഫസ്റ്റ് ചെയ്യുന്നതിന് മുന്നേ നമ്മൾ ക്ലെൻസിങ്ങും ടോണിങ്ങും മോയ്സ്ചറൈസിങ്ങും ഫസ്റ്റ് നമ്മൾ ചെയ്യേണ്ടതാണ്. അത് ഒരു കാരണവശാലും നമ്മൾ സ്കിപ്പ് ചെയ്യാൻ പാടുള്ളതല്ല. നെക്സ്റ്റ് എന്ന് പറയുന്നത് പ്രൈമറാണ്. അപ്പോൾ നമ്മളിപ്പോൾ ഈ CTM കഴിഞ്ഞതിന് ശേഷം പിന്നെ നമ്മുടെ ഫൗണ്ടേഷൻ അപ്ലൈ ചെയ്യുന്നതിന് മുന്നേ പ്രൈമറാണ് അപ്ലൈ ചെയ്യുന്നത്. അപ്പോൾ ഈ പ്രൈമർ അപ്ലൈ ചെയ്യുന്നത് ഓരോ സ്കിന്നിനും ഓരോ ടൈപ്പിലുള്ള പ്രൈമർ ഉണ്ടാകും. ഇപ്പോൾ ഓയിലി സ്കിന്നിന് ഏത് പ്രൈമറാണ്, അതുപോലെ തന്നെ നോർമൽ സ്കിന്നിന് ഏത് പ്രൈമറാണ് എന്നുള്ളതൊക്കെ നമുക്ക് വരും ദിവസങ്ങൾ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് തന്നെ പഠിക്കാം. അപ്പോൾ ഓരോ ഇതിനനുസരിച്ച്, ഇപ്പോൾ ഓയിലി ആണെങ്കിലും സിലിക്കോൺ പ്രൈമർ എന്നാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെയുള്ള പ്രൈമേഴ്സ് നമ്മൾ നോക്കി നമ്മൾ അതിന് മാച്ചായിട്ട് ലെവലിൽ വേണം പ്രൈമർ അപ്ലൈ ചെയ്യാം. അത് കഴിഞ്ഞതിന് ശേഷം പിന്നെ വരുന്നത് ന്യൂട്രലൈസേഷൻ ആണ്. ന്യൂട്രലൈസേഷൻ എന്ന് പറയുന്നത് നമ്മുടെ കളർ കറക്റ്ററാണ്. അതായത് ഓറഞ്ച്, യെല്ലോ കളറൊക്കെ നമ്മൾ കളർ കറക്റ്റ്, നമ്മുടെ സ്കിന്നിലെ ഡാർക്ക്നെസ്സിനെ നമുക്ക് ഹൈഡ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നതാണ് കളർ കറക്റ്റർ. അപ്പോൾ ന്യൂട്രലൈസേഷൻ എന്ന് പറയുന്നത് കളർ കറക്റ്ററാണ് എന്നുള്ളതും കൂടി നിങ്ങൾ മനസ്സിലാക്കണം. പിന്നെ നെക്സ്റ്റ് എന്ന് പറഞ്ഞാൽ സെറ്റിങ്സ്. അപ്പോൾ നമ്മൾ ഈ മേക്കപ്പ് എല്ലാം കഴിഞ്ഞതിന് ശേഷം നമ്മൾ സെറ്റിങ്സും കൂടെ ചെയ്യുകയാണെങ്കിൽ മാത്രമേ ആ മേക്കപ്പ് ഫിക്സ് ആയിട്ടിരിക്കുള്ളൂ. അതിന് നമ്മൾ സെറ്റിംഗ് സ്പ്രേയും കാര്യങ്ങളെല്ലാം നമ്മൾ ഉപയോഗിക്കാറുണ്ട്. അപ്പോൾ ഇത് കറക്റ്റ് നമ്മുടെ ഈ CTMും പ്രൈമറും ഒക്കെ യൂസ് ചെയ്തതിന് ശേഷം നമ്മൾ നമ്മുടെ കളർ കറക്റ്ററൊക്കെ യൂസ് ചെയ്ത് ഒന്ന് സെറ്റ് ചെയ്തതിന് ശേഷം നമ്മൾ ഫൗണ്ടേഷൻ അപ്ലൈ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടെ ലോങ് ലാസ്റ്റ് ആയിട്ട് നിൽക്കും. അതുപോലെ തന്നെ ഇപ്പോൾ നമ്മുടെ വരുന്ന ഫൗണ്ടേഷൻസും കാര്യങ്ങളിലൊക്കെ നമുക്ക് വാട്ടർ കണ്ടൻറ്റ് അടങ്ങിയിട്ടുള്ളതുണ്ട്, ഓയിൽ കണ്ടൻറ്റ് അടങ്ങിയിട്ടുള്ളതുണ്ട്. അപ്പോൾ അതിൽ പ്രത്യേകം അതിൽ എഴുതിയിട്ടുണ്ടാകും ഏതൊക്കെ ഇതാണ് എന്നുള്ളത് ആ ഒരു കവറിൽ ഉണ്ട്. അപ്പോൾ നമ്മളൊന്ന് ജസ്റ്റ് ഒന്ന് വായിച്ചതിന് ശേഷം നമ്മുടെ സ്കിൻ മാച്ചിന് അല്ലെങ്കിൽ ഏത് സ്കിൻ മാച്ചിനായിരുന്നാലും നമുക്കത് ചൂസ് ചെയ്തെടുക്കാനായിട്ട് പറ്റും. അപ്പോൾ ഈ ഒരു ലെവലിലായിരിക്കണം നമ്മൾ എപ്പോഴും നമ്മൾ ഫൗണ്ടേഷൻ അപ്ലൈ ചെയ്യേണ്ടത്. ഇപ്പോൾ നമ്മളിവിടെ കാണിക്കുന്നത് ഫൗണ്ടേഷൻ മിക്സ് ചെയ്യുന്നതാണ്. അപ്പോൾ ഫൗണ്ടേഷൻ മിക്സ് ചെയ്യാനായിട്ട് ഞാനിപ്പോൾ ഒരു ലൈറ്റ് ഷെയ്ഡിലുള്ള ഒരു ഫൗണ്ടേഷനാണ് ഞാനിവിടെ എടുത്തിട്ടുള്ളത്. B&Dയുടെ പ്രോഡക്റ്റാണ്. അപ്പോൾ ഇതിൽ നല്ലൊരു ഫെയർ സ്കിന്നിന് യൂസ് ചെയ്യുന്ന ഫൗണ്ടേഷനാണ് ഞാനിപ്പോൾ ഇവിടെ എടുത്തിട്ടുള്ളത്. അപ്പോൾ അതിലേക്ക് ഞാനൊരു ഡാർക്ക് കളറിൽ, അതായത് നമ്മുടെ ക്രയോണിൻ്റെ പാലറ്റിലുള്ള ഒരു ഡാർക്ക് കളർ ഷെയ്ഡാണ് ഞാനിവിടെ എടുത്തിട്ട് അത് രണ്ടും കൂടി, അതായത് ഒരു ലൈറ്റ് കളർ ഫൗണ്ടേഷനും ഒരു ഡാർക്ക് കളർ ഫൗണ്ടേഷനും കൂടി ചേർത്ത് ഞാൻ മിക്സ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ആ മിക്സ് ചെയ്യുമ്പോൾ കിട്ടുന്ന ഒരു ഷെയ്ഡാണ് ദാ ഈ കാണുന്നത്. അപ്പോൾ ഇത് നമുക്കൊരു മീഡിയം ആ ഒരു ഷെയ്ഡിലുള്ളവർക്ക് യൂസ് ചെയ്യാൻ പറ്റിയ ഒരു ഷെയ്ഡാണ്. അപ്പോൾ നമ്മുടെ സ്കിന്നിന് മാച്ചായിട്ട് വരുന്ന ഒരു ഷെയ്ഡ് പോലെയാണ് കിട്ടിയത്. അപ്പോൾ നമ്മളിപ്പോൾ ഏത് ഷെയ്ഡായിരുന്നാലും, ലൈറ്റ് ആയിരുന്നാലും മീഡിയം ആയിരുന്നാലും ഫെയർ ആയിരുന്നാലും ശരി തന്നെ, നമ്മൾ ആ ഒരു ലെവലിൽ മിക്സ് ചെയ്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് പല ഷെയ്ഡിൽ നമുക്ക് കിട്ടുകയും ചെയ്യും. ഇപ്പോൾ ഞാൻ അതിൻ്റെ കൂടി കുറച്ചുകൂടി ഒന്ന് ഇച്ചിരി ഡാർക്ക് ആയതുകൊണ്ട് അത് കുറച്ചുകൂടി ഒന്ന് ലൈറ്റ് ആക്കാൻ വേണ്ടിയിട്ട് ഞാൻ കുറച്ചുകൂടി ലൈറ്റ് കളറിലൊരു ഫൗണ്ടേഷൻ ഒന്നുകൂടി ആഡ് ചെയ്തപ്പോൾ ആ രണ്ടിൻ്റെയും കളർ ചേഞ്ചാണ് നിങ്ങൾ കണ്ടത്. അത് കഴിഞ്ഞതിന് ശേഷം പിന്നെ ഞാൻ അടുത്ത് വേറൊരു ഫിഗ്മിയുടെ ഫൗണ്ടേഷനാണ് ഞാൻ എടുത്തത്. അപ്പോൾ ഫിഗ്മിയുടെ ഫൗണ്ടേഷനോടൊപ്പം തന്നെ ഞാൻ കൺസീലറാണ് ഞാൻ ആഡ് ചെയ്യുന്നത്. അപ്പോൾ LA ഗേളിൻ്റെ കൺസീലറാണ് ഞാനിപ്പോൾ ഇവിടെ മിക്സ് ചെയ്യാനായിട്ട് എടുത്തത്. അത് ഇച്ചിരി ഹൈ കളറിൽ വരുന്നൊരു കളറാണ്. അപ്പോൾ രണ്ടും ഒരിച്ചിരി ലൈറ്റ് ഷെയ്ഡിൽ തന്നെയാണ് ഉള്ളത്, എന്നാൽ അത് തീരെ ഡാർക്ക് അല്ലാത്തൊരു ഷെയ്ഡും കൂടിയാണ്. അപ്പോൾ ഇതൊരു വേറൊരു കളർ ഷെയ്ഡാണ് നമുക്ക് കിട്ടിയത്. അപ്പോൾ ഞാനിപ്പോൾ അതിനോടൊപ്പം തന്നെ വേറൊരു കളർ നമ്മുടെ ഈ പാലറ്റിൻ്റെ ഇതിൽ നിന്നും ഓറഞ്ച് കളർ ഷെയ്ഡ് ഞാൻ എടുത്തായിരുന്നു. അപ്പോൾ ഈ ഒരു ഷെയ്ഡിൽ കൂടി
വേണ്ടി തന്നെ ഞാൻ ഓറഞ്ച് കളർ ഷെയ്ഡും കൂടി മിക്സ് ചെയ്യുന്നു. അപ്പം മിക്സ് ചെയ്യുമ്പോൾ കിട്ടുന്ന ഒരു ഷെയ്ഡ് അതും വേറൊരു കളറാണ് നമുക്ക് കിട്ടുന്നത്. അപ്പോൾ ഇത് നിങ്ങളുടെ കൈവശം ഫൗണ്ടേഷനോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് 2-3 ഫൗണ്ടേഷനായിട്ട് മിക്സ് ചെയ്ത് നോക്കുക, 2 ഫൗണ്ടേഷനായിട്ട് മിക്സ് ചെയ്ത് നോക്കുക. അതുപോലെ തന്നെ നമുക്ക് ഒരു കോമ്പാക്റ്റ് പൗഡർ വെച്ചിട്ട് നമുക്ക് മിക്സ് ചെയ്യാൻ പറ്റും, ലൂസ് പൗഡർ വെച്ച് നമുക്ക് മിക്സ് ചെയ്യാൻ പറ്റും. അങ്ങനെ നമ്മുടെ ബുദ്ധിക്കനുസരിച്ച് നമുക്ക് ആ ഒരു സ്കിൻ ടോണിനെ എങ്ങനെ നമുക്ക് കറക്റ്റ് മാച്ചാക്കി എടുക്കാം എന്നുള്ള ലെവലിൽ നമുക്ക് ഫൗണ്ടേഷൻ മിക്സ് ചെയ്യാനായിട്ട് പറ്റും. ഇപ്പോൾ ഞാൻ ഇവിടെ വേറൊരു കളർ ഷെയ്ഡ് ഫൗണ്ടേഷനാണ് എടുത്തത്. ആ ഫൗണ്ടേഷനിലേക്ക് ഞാൻ അടുത്ത് നമ്മുടെ അതായത് ബനാന പൗഡറാണ് ഞാനിവിടെ ഇതിലേക്ക് ആഡ് ചെയ്യുന്നത്. അപ്പോൾ ബനാന പൗഡർ ഞാൻ ഇച്ചിരി ലൈറ്റ് കളറിലുള്ള ബനാന പൗഡറാണ് ഞാനിവിടെ എടുക്കുന്നത്. അപ്പോൾ അത് എടുത്ത് ഞാൻ നമ്മുടെ ഈ ഫൗണ്ടേഷനുമായിട്ടൊന്ന് മിക്സ് ചെയ്ത് ഒന്ന് നോക്കുമ്പോഴേക്ക് ഏതൊരു കളർ ഷെയ്ഡാണ് നമുക്ക് വരുന്നതെന്ന് നോക്കാം. അപ്പോൾ ഞാൻ ഈ ഫൗണ്ടേഷനുമായിട്ട് നമ്മുടെ പൗഡറാണ് മിക്സ് ചെയ്തത്. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെയാണ് നമുക്ക് ഫൗണ്ടേഷനിൽ നമുക്ക് കൺസീലർ മിക്സ് ചെയ്ത് അപ്ലൈ ചെയ്ത് നോക്കാം. അതുപോലെ തന്നെ നമ്മുടെ കോമ്പാക്റ്റ് പൗഡർ ഉണ്ടെങ്കിൽ അത് മിക്സ് ചെയ്ത് നമുക്ക് ഒന്ന് മാച്ച് ചെയ്ത് നോക്കാം. അതുപോലെ ലൂസ് പൗഡർ ഉണ്ടെങ്കിൽ ലൂസ് പൗഡർ. അപ്പോൾ ഓരോ കളർ ഷെയ്ഡ് നിങ്ങൾക്ക് വ്യത്യാസം എങ്ങനെയാണ് എന്നുള്ളത് അറിയാൻ പറ്റും. ഞാൻ ഓരോന്നുമായിട്ടും മിക്സ് ചെയ്തപ്പോൾ കിട്ടിയ പല ഷെയ്ഡുകളാണ് നിങ്ങളിപ്പോൾ എൻ്റെ കയ്യിൽ കാണുന്നത്. അപ്പോൾ അതുപോലെ നിങ്ങളൊന്ന് ഷെയ്ഡ് മിക്സ് ചെയ്ത് നോക്കുക. മിക്സ് ചെയ്ത് നോക്കുമ്പോഴേക്കും നമുക്ക് അറിയാൻ പറ്റും ഏതൊക്കെ ഷെയ്ഡ് നമ്മൾ യൂസ് ചെയ്യുമ്പോൾ നമുക്ക് ഏതൊക്കെ കളർ കിട്ടും എന്നുള്ളത് നമുക്ക് അറിയാനായിട്ട് പറ്റും. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ. അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ വീഡിയോ ഉപകാരപ്പെട്ടു എന്ന് വിശ്വസിക്കുകയാണ്. അപ്പോൾ വീഡിയോ ഇഷ്ടമെങ്കിൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യണം, സപ്പോർട്ട് ചെയ്യണം. അപ്പോൾ നമ്മുടെ ഇന്നത്തെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് സെക്കൻഡറി കളർ ഏതൊക്കെയാണ് എന്നുള്ളതാണ്. അപ്പോൾ മറക്കാതെ കമൻറ്റ് ചെയ്യുക, എല്ലാവരും പ്രസൻറ്റും പറയും. അപ്പോൾ നമുക്ക് നല്ലൊരു വീഡിയോ ആയിട്ട് അടുത്ത ദിവസം കാണാം. അതുവരേക്കും ഓക്കെ, ബൈ, സീ യു.